ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനിപ്പൂവിൻ്റെ ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സുധീർ ബ്യൂട്ടി പാർലറിലേക്ക് വന്നിരിക്കുകയാണ് ചന്ദ്ര. ആ ഒരു സമയത്ത് സുധീരുടെ അച്ഛൻ തന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് പണമെടുത്ത് ചന്ദ്രയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് വിമലയെ കാണുന്ന സമയത്ത് പുതിയ കസ്റ്റമർ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം വിമലയോടായിട്ട് പറയുകയാണ്, എൻ്റെ സ്വന്തം മോളെ പോലെയാണ് ഞാൻ ഇവളെ നോക്കുന്നത്, ഇവർക്ക് അമ്മയില്ലാത്തൊരു കുറവും ഞാൻ വരുത്തിയിട്ടില്ല, അച്ഛനാണെങ്കിൽ ഗൾഫിലാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുധീർ എന്തൊക്കെ കളത്തരങ്ങൾ പറഞ്ഞ് അതെല്ലാം തന്നെ വിമലയോടായിട്ട് പറയുന്നൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് വിമലയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അതിനുശേഷം ഒരു കണക്കിനാണ് നമ്മുടെ സുധി അവിടുന്ന് ചന്ദ്രയെ പറഞ്ഞു വിടുന്നുണ്ട്. ചന്ദ്ര പോയി കഴിയുമ്പോൾ തന്നെ വിമല കണ്ണിൽ നിന്നുള്ള വെള്ളരിക്കൊക്കെ എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം വളരെ സങ്കടത്തോടുകൂടി തന്നെയാണ് അവിടെ നിന്ന് എഴുന്നേക്കുന്നത്. ഇതേ സമയം തന്നെ ചന്ദ്ര പുറത്തേക്ക് ചെന്നതിന് ശേഷം തനിക്ക് സുധി തന്ന പണം ഓരോന്നായിട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. വളരെയധികം സന്തോഷത്തോട് തന്നെ എന്നിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ചന്ദ്ര പോയതിൻ്റെ തൊട്ട് പുറകെ തന്നെ വിമലയുടെ അടുത്തേക്ക് വരികയാണ് സുധി. എന്നിട്ട് ചോദിക്കുന്നത്, അമ്മയ്ക്ക് സങ്കടമായല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാനിന്ന് മുഖം കഴുകിയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് വിമല കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ വിമലയുടെ പെരുമാറ്റം കാണുമ്പോഴത്തേക്കും സുധിക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന പിറ്റേന്ന് നേരം പുലരുമ്പോൾ തന്നെ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം മഹിമ. ആ ഒരു സമയത്ത് അവിടെ മധുസൂദനും ഉണ്ടാവും കേട്ടോ. മധുവിനെ കാണുമ്പോൾ തന്നെ മഹിമ പറയുന്നുണ്ട്, മധുവായിട്ട് ആൾക്കാരൊക്കെ വന്നു തുടങ്ങി, നമുക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചടങ്ങ് വെച്ചിരിക്കാൻ നിനക്കറിയാലോ, നമ്മുടെ ഉദ്ദേശം നമ്മുടെ മോളെ ഇവിടെ നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് പിന്നെ ആൾക്കാരെ പോയി തൊഴാനൊന്നും എന്നെ കിട്ടില്ല, പ്രത്യേകിച്ച് രവിയുടെ മുന്നിൽ വെച്ച് തൊഴുതിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റുകയില്ല മഹിമ എന്നൊക്കെ ഇങ്ങനെ മധു പറയുന്ന സമയത്ത് മധുവേട്ടൻ നമ്മുടെ ഉദ്ദേശം എന്നത് മോളെ എന്നേക്കുമായിട്ട് ഇവിടെ നിർത്താനാണ്, അത് നടക്കണമെന്നാണെങ്കിൽ ഇതൊക്കെ ചെയ്തേ മതിയാവുമെന്ന് മഹിമ പറയാട്ടോ. അങ്ങനെ മഹിമയുടെ നിർബന്ധപ്രകാരം തന്നെ വരുന്നവരെയൊക്കെ ചടങ്ങിന് വേണ്ടിയിട്ട് ആനയിക്കുകയാണ് മധുവും മഹിമയും കൂടെ കൂടിയിട്ട്. ഇതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് രേവതിയും സച്ചി വഴിയെ ബാക്കി എല്ലാവരും എത്തുന്നത് നമ്മുടെ സച്ചിയുടെ വണ്ടിയിലാണ് കേട്ടോ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ തന്നെ മാമ പറയുന്നുണ്ട്, അയ്യോ ഇത് എന്ത് വലിയ ഓഡിറ്റോറിയം, എന്തിനാ ഇത്രയധികം പൈസ ചിലവാക്കി ഇങ്ങനെ ഒരു ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തേക്കുന്നതൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അത് അവരുടെ മകൾക്ക് വേണ്ടിയിട്ടല്ലേ ബാമ, അവരെന്ന് വെച്ചാൽ അവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ, എന്തായാലും അവർക്ക് പണം ഒരുപാടുണ്ടല്ലോ എന്നൊക്കെയാണ് ചന്ദ്ര പറയുന്ന സമയത്ത് ദേവി പറയുന്നുണ്ട്, എൻ്റെ ചന്ദ്ര ഇനിയെങ്കിലും വായടയ്ക്ക്, വണ്ടിയിൽ നിന്നോ നീ എനിക്ക് സ്വസ്ഥ തന്നില്ല, ഇനിയെങ്കിലും ഒന്ന് മിണ്ടായിരുന്നു കൂടെ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഓഡിറ്റോറിയം കാണുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയുടെ ഉള്ളൊക്കെ ആളാണ്. കാരണം അച്ഛൻ വരുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ വന്നില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവതാളാവും. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രുതിയുടെ മുഖത്തുണ്ട്. അതിനുശേഷം ദേവി പറയുകയാണ്, എന്തായാലും ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം, എല്ലാവരും അകത്തേക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ് കേട്ടോ. അകത്തേക്ക് കയറാനൊരുങ്ങുന്ന സമയത്ത് ശ്രുതിയോടായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛൻ അവിടെ നിന്ന് ഫ്ലൈറ്റിൽ കയറിയ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ കയറിയിട്ടുണ്ട്, ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട്, ഇപ്പം തന്നെ ഇവിടെ എത്തും എന്നൊക്കെ ശ്രുതി പറയുമ്പോഴത്തേക്കും ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൂട്ടി തന്നെ പറയുകയാണ്, ഈ ഓഡിറ്റോറിയം എന്ത് വലിയ ഓഡിറ്റോറിയം അല്ലേ ശ്രുതി, എന്തായാലും ഈ ഓഡിറ്റോറിയം കാണുമ്പോൾ നമ്മുടെ വിലയും മതിപ്പും ഒക്കെ നിന്റെ അച്ഛന് മനസ്സിലാവും, അച്ഛനും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ അച്ഛനെ കയ്യിലെടുക്കുമെന്നൊക്കെയാണ് ശ്രുതി പറഞ്ഞുകൊണ്ട് ശ്രുതിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി ചെല്ലാൻ കേട്ടോ. ഇതേ സമയം തന്നെ അകത്ത് നിൽക്കുന്ന മധുസൂദനൻ മഹിമയോട് ചോദിക്കുന്നത്, ഇത്ര നേരമായാലും അവരൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ തന്നെ വരും മധുവേട്ടൻ എന്ന്. മധുവേട്ടൻ ടെൻഷനൊന്നും അടിക്കൊന്നും വേണ്ട, ഞാൻ മോളെ വിളിച്ചിരുന്നു, അവൾ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എല്ലാവരും കൂട്ടിക്കൊണ്ട് രവി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. പെട്ടെന്ന് തന്നെ കയറി വരുന്ന വഴിക്ക് മധുവിനെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് മഹിമ പറയുന്നത്, മധുവേട്ടൻ്റെ അവർ വന്നു, അവരോട് ചടങ്ങിൻ്റെതായ രീതിക്ക് പെരുമാറുക എന്നൊക്കെ പറയുന്നുണ്ട്. മധു ആണെങ്കിൽ മടിച്ച് നിൽക്കുവാണ്ടില്ല. പെട്ടെന്ന് തന്നെ മഹിമ പറയുന്നുണ്ട്, നമ്മുടെ മോളെ ഇവിടെ നിർത്തണമെന്നാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയാവൂ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും മധുസൂദനം വേഗം തന്നെ രവിനെ നോക്കി ചിരിക്കാണ്ട് എന്നിട്ട് പറയുന്നുണ്ട്, കയറി വാ രവി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അകത്തേക്ക് കയറി ചെല്ലുന്നത്. ചെന്ന ഉടനെ തന്നെ രവി മധുവിനോടായിട്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത്, എനിക്ക് സുഖമായിട്ടിരിക്കുന്നു, എനിക്ക് അസുഖങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ രവിനെയൊക്കെ ഒരു താങ്ങിയൊരു വർത്താനം സംസാരിക്കാണ്ട്. ഈ ഒരു സമയത്ത് രവിയുടെ മുഖഭാവം വേഗം തന്നെ മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, നിങ്ങളെന്താ വീട്ടിലേക്ക് വരാത്തത്, മഹിമ വീട്ടിലേക്ക് വന്നു, പിന്നെ വർഷയുടെ അച്ഛനെന്താ വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും മഹിമയാണ് അതിന് മറുപടി പറയുന്നത്. മഹിമ പറയുന്നുണ്ട്, എന്തായാലും ഈ ഒരു ചടങ്ങ് കഴിയട്ടെ, ഈ ഒരു ചടങ്ങിന് ശേഷം നമ്മുടെ പിടക്കങ്ങളും കാര്യങ്ങളൊക്കെ പൂർണ്ണമായും മാറില്ല, അതിന് ശേഷം മധുവേട്ടൻ വീട്ടിലേക്ക് വരുന്നതായിരിക്കും, ഇത്രയും നാളും ബിസിനസിന്റെ തിരക്കൊക്കെ ആയിരുന്നു എന്നൊക്കെയാണ് മഹിമ പറയുകയാണ്. ഇതേ സമയം തന്നെ മഹേഷിന്റെ വണ്ടിക്ക് ഇറങ്ങി വരികയാണ് സച്ചിയും രേവതിയും. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ മഹേഷ് ചോദിക്കുന്നുണ്ട്, ഞാൻ എപ്പോഴത്തേക്ക് വരേണ്ട, ചടങ്ങ് തീരുമ്പോഴത്തേക്ക് ഒരുപാട് സമയമാവുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒരു പെണ്ണിന്റെ ചടങ്ങ് തീരാൻ തന്നെ ഉച്ചയാവും, അടുത്ത ആളുടെ ഏകദേശം രാത്രിയാവുമായിരിക്കും, ഈ രാത്രിയോട് കൂടി തിരിച്ചു വന്നാൽ മതിയെന്ന് സച്ചി പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരിക്കും സച്ചിയായിട്ട്, അത്ര ഒന്നും വരില്ല മഹേഷേട്ടാ, ഏകദേശം ഉച്ചയോടുകൂടി ചടങ്ങ് തീരും, ഉച്ചയ്ക്ക് മഹേഷിനെ വന്നോളം പറഞ്ഞുകൊണ്ട് മഹേഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാട്ടോ. മഹേഷ് പോയിന്റ് തൊട്ട് പുറകെ തന്നെ രേവതി പറയുന്നുണ്ട്, നിങ്ങളുടെ വണ്ടി എവിടെയെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ദേ എൻ്റെ വണ്ടിയല്ലേ ഈ കിടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ആ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടാണോ എന്ന് രേവതി ചോദിക്കുമ്പോഴത്തേക്കും, അതെന്താ രേവതി നീ അങ്ങനെ ചോദിച്ചാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ സച്ചി ചോദിക്കുക കേട്ടോ. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇനി ഇവിടെ വാ തുറന്നു കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് പോയി തിരിച്ച് നമ്മുടെ വണ്ടി കയറുന്നവരെ വാ തുറക്കരുതെന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. സച്ചിയാണെങ്കിൽ, ഓ ശരി ആയിക്കോട്ടെ ഭാര്യ, ഞാൻ ഭാര്യ പറയുന്ന പോലെ കേട്ടോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
അവിടെ നിൽക്കുന്ന സമയത്താണ് അവിടുത്തെ സെക്യൂരിറ്റി വന്നിട്ട് പറയുന്നത്, മോനെ ഈ വണ്ടി പാർക്ക് ചെയ്യുന്ന അപ്പുറത്തേക്കാണെന്ന്, വണ്ടി അപ്പുറമായിട്ട് പാർക്ക് ചെയ്തിടാമോ എന്ന് ചോദിക്കുകയാണ്. സച്ചി വണ്ടി പാർക്ക് ചെയ്യാൻ കയറുന്ന സമയത്തുള്ള രേവതി നീ അങ്ങോട്ട് പൊക്കോ, ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്ന് പറയുമ്പോഴത്തേക്കും അത് വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ നോക്കി നിന്നോളാം, നിങ്ങൾ വന്നിട്ട് ഞാൻ നിങ്ങളെയും കൊണ്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴത്തേക്കും സച്ചി വണ്ടി എടുത്തുകൊണ്ട് പാർക്ക് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. ഇതേ സമയം തന്നെ മഹിമയും മധുസൂദനും ആവട്ടെ എല്ലാവരും വന്ന് സച്ചിയും രേവതി ഇതുവരെ വന്നിട്ടില്ല, തൻ്റെ ലക്ഷ്യങ്ങളൊന്നും തന്നെ നടക്കുകയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് സച്ചി രേവതി അകത്തേക്ക് കയറി വരുന്നത്. ഇരുവരെയും കാണുമ്പോൾ തന്നെ മധു പറയുന്നുണ്ട് അവർ വരുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും മഹിമയ്ക്ക് സമാധാനമാവുകയാണ് കേട്ടോ. സച്ചിയെ കാണുമ്പോൾ തന്നെ മധുവിന്റെ മുഖഭാവമൊക്കെ വേഗം മാറുകയാണ്. ആ ഒരു സമയം തന്നെ സച്ചി തന്നെ ഉപദ്രവിച്ച കാര്യങ്ങളെല്ലാം തന്നെ മധു ഓർത്തെടുക്കുന്നുണ്ട്. വന്ന ഉടനെ തന്നെ കൈ തൊഴുന്നതിന് വേണ്ടി സച്ചി പെട്ടെന്ന് കൈയെടുക്കുന്ന സമയത്ത് മധു ഒന്ന് പേടിച്ചുകൊണ്ട് ഇനി തന്നെ തല്ലുവാനാണോ എന്ന് കരുതിക്കൊണ്ട് മധു ഒന്ന് പതറുന്നുണ്ട്. സച്ചി ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് തന്നെ അവിടുന്ന് പോവുകയും ചെയ്യും. രേവതിയും ഇരുവരെയും കൈയൊക്കെ തൊഴുതിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അകത്തേക്ക് കയറി ചെന്ന ഉടനെ തന്നെ സുധി എന്ന് വിളിച്ചുകൊണ്ട് മീര അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് നമ്മുടെ പഴയ മീരയല്ല, പഴയ മീരയുടെ സ്ഥാനത്ത് പുതിയൊരു മീരയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സമയത്ത് മീരയോടായിട്ട് സുധി ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ, അയാൾ വരുമല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അദ്ദേഹം ഇപ്പൊ തന്നെ എത്തും, അവിടെ നിങ്ങൾ പോന്നിട്ടുണ്ടെന്ന് മീര ശ്രുതിയോടായിട്ട് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഒരു ഓഡിറ്റോറിയത്തിന്റെ ഒരു സൈഡിൽ നിന്നുകൊണ്ട് എല്ലാവരും സെൽഫി എടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത്. മഹിമ വന്നിട്ട് പറയുന്നുണ്ട് ഈ ചടങ്ങിനുള്ള സമയമായി, വർഷയും മോളെയും വാ റെഡിയാവാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷയ്ക്ക് ഒരുങ്ങാനുള്ള റൂം കാണിച്ചു കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചന്ദ്ര ചോദിക്കുന്നുണ്ട് ശ്രുതിക്ക് ഒരുങ്ങാനുള്ള റൂം എവിടെയാന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുങ്ങാനുള്ള റൂം അവിടെയാണെന്ന് പറയുകയും ശ്രുതിയും ശ്രീകാന്തും വേറെ ഒരു റൂമിൽ പോയി ഒരുങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവർക്കുള്ള റൂമും മഹിമ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയെ കൂട്ടിക്കൊണ്ട് ചന്ദ്ര അവിടെ നിന്ന് പോവുകയാണ്. പെട്ടെന്ന് തന്നെ വർഷ രേവതിയുടെ അടുത്ത് നിന്നുകൊണ്ട് രേവതി ചേച്ചി വാ എന്നൊന്ന് ഒരുക്കാൻ കൂടെ വാ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ വിളിക്കുന്ന സമയത്ത് മഹിമയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മഹിമ വേഗം പറയുന്നുണ്ട് പക്ഷേ നിന്റെ കൂട്ടുകാർ അവിടെ ഉണ്ട്, നിന്റെ കൂട്ടുകാരായിട്ട് സംസാരിക്കുന്നതിനിടയ്ക്ക് രേവതി നിനക്കൊരു ശല്യമാകും, രേവതിനെ കൊണ്ടുപോകണ്ടായെന്ന് മഹിമ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ രേവതിയുടെ മുഖഭാവം മാറുന്നുണ്ട്. രേവതിയുടെ മാത്രമല്ല കേട്ടോ, വർഷയുടെ സച്ചിയുടെ ഒക്കെ മുഖം മാറുന്നുണ്ട്. പിന്നീട് മഹിമ സച്ചിയോട് രേവതിയോട് പറഞ്ഞു നിങ്ങൾ അവിടെ പോയിരിക്കുക, ഞാൻ എൻ്റെ മോളെ ഒരുക്കിയിട്ട് ഇപ്പോൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് വർഷയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. രേവതിയുടെ മുഖഭാവമൊക്കെ കാണുമ്പോഴത്തേക്കും രവിക്കും സച്ചിക്കൊക്കെ ഭയങ്കര സങ്കടമായിട്ട് രവി വേഗം രേവതിയെ നോക്കുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട് അച്ഛാ വാ നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് അവിടെ പോയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഫ്രണ്ടിൽ ഇരിക്കാൻ തുടങ്ങുന്ന സമയത്ത് സച്ചി കൈകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ്. സച്ചി വാതുറക്കരുന്നല്ല പറഞ്ഞേക്കുന്നത്, അതുകൊണ്ട് തന്നെ കൈകൊണ്ട് ആക്ഷൻ കാണിക്കാൻ നമ്മൾ ഇവിടെയല്ല ഏറ്റവും ബാക്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും കൂട്ടിക്കൊണ്ട് ഏറ്റവും ബാക്കിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം തന്നെയാണ് രവി കോള് വരുന്നത് അശോകനോട് വന്നിട്ട് അവനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് രവി പുറത്തേക്ക് പോവുകയും ചെയ്യും കേട്ടോ. ബാക്കിലേക്ക് ചെന്നിരുന്നതിന് ശേഷം സച്ചി ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ. ഈ സമയത്ത് രേവതി ചോദിക്കുന്നുണ്ട് എന്നോടും മിണ്ടുകയില്ലേ നിങ്ങളെന്ന് ചോദിക്കുമ്പോൾ ആരോടും മിണ്ടുകയില്ല, ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്ന് സച്ചി ആക്ഷൻ കാണിക്കുകയാണ്. ഈ ഒരു സമയത്താണ് ശ്രീകാന്ത് അങ്ങോട്ടേക്ക് വരുന്നത്. ഏറ്റവും ബാക്കിലായിട്ട് ഇരിക്കുന്ന സച്ചിയെ രേവതിയും കാണുമ്പോൾ ശ്രീകാന്തിന് സങ്കടം തോന്നുന്നുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്ത് ഈ ഏറ്റവും ബാക്കിൽ അന്യതയെ പോലെ പോയിരിക്കും, നിങ്ങൾ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നോളാൻ പറയുമ്പോഴത്തേക്കും സച്ചിനെ ഓരോ ആക്ഷൻ കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്ത് ഈ സച്ചിനെ പറ്റിയത് എടുത്തിന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒന്നുമില്ല ശ്രീകാന്ത്, അവിടെയൊക്കെ പോയിരുന്നു കഴിഞ്ഞാൽ ആളുകളുടെ ബഹളല്ലേ, ഇവിടെ ആകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കാണാം, അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരുന്നേന്നും പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാം കേട്ടോ. ശ്രീകാന്ത് പോയതിനു ശേഷം രേവതി സച്ചിയുടെ ഒരു ആക്ഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് ഇന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. ഇതേ സമയം തന്നെ അശോകനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി വരികയാണ് രവി. അശോകൻ ചോദിക്കുന്നുണ്ട് മധു എങ്ങനെയുണ്ട്, മധുസൂദൻ നല്ല രീതിക്കാണ് പെരുമാറിയെന്നൊക്കെ ചോദിക്കുമ്പോൾ ആർക്കാണ്ട് വേണ്ടിയിട്ട് എന്നെ ചിരിച്ചു കാണിച്ചു, മാത്രമല്ല അയാൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ മനസ്സിൽ കണക്കൂട്ടിയിട്ടാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ രവി ഇങ്ങനെ അശോകനായിട്ട് പറയുകയാണ്. അതിനുശേഷം ഏറ്റവും ഫ്രണ്ടിലായിട്ട് അശോകനെയും കൂട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതേ സമയം തന്നെ മധുസൂദൻ തന്റെ കൂട്ടാളികളായിട്ട് പറയുന്നുണ്ട് ദേ വന്നിരിക്കുന്ന അവനെ കണ്ടില്ലേ, അതാണ് ഞാൻ പറഞ്ഞ ആള് എന്ന് പറഞ്ഞുകൊണ്ട് രവിനെ ചൂണ്ടിക്കാണിക്കണം എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ, എല്ലാം കൃത്യമായി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് രവിക്കെട്ടായിട്ട് എന്തോ ഒരു ഉപദ്രവം ചെയ്യാനായിട്ട് തയ്യാറാക്കി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ മധുസൂദനൻ. ആ ഒരു ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.